മലപ്പുറം പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറപ്പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ചു സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. പാറ പൊട്ടിക്കലിന് അനുമതി നൽകിയിട്ടില്ല. ആരും അറിയാതെയാണ് പാറ പൊട്ടിച്ചത്. മുൻപ് പാറ പൊട്ടിച്ചപ്പോൾ തന്നെ നാട്ടുകാരും മറ്റും ഇടപെട്ട് നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ അത് നീക്കിയാണ് വീണ്ടും പാറ പൊട്ടിച്ചത്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ആദ്യപടിയായി അവർക്ക് ഇതിനോടകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉടമയ്ക്ക് ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അല്ല, റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ് കളക്ടറും എസ് പിയും അതുപോലെ തന്നെ ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. അത് വൈകൂല. ഇന്നിപ്പോൾ വലിയ മഴയുടെ വാണിങ്ങുള്ളതല്ലേ, അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കി പിന്നെ മഴ മാറിയാൽ ഇതിനുള്ള പരിഹാരം പെർമനൻ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇനി കൺസ്ട്രക്ഷനൊന്നും പറ്റില്ല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ സേഫാക്കാം എന്നുള്ളത് അവർ എക്സ്പെർട്ട് കമ്മിറ്റി, കളക്ടർ അതാണ് പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി നോക്കിയിട്ട് പറയാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ വാക്കിൽ തന്നെ അതുണ്ട്. അനധികൃതം ആണ് മണ്ണെടുപ്പ്, അല്ല പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് സംഭവം. പെർമിഷൻ കൊടുത്തു എന്നാണ് അവർ. നമ്മളൊക്കെ നേരത്തെ പോലീസിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ നേരത്തെ പൊട്ടിക്കാനാ അല്ല, നേരത്തെ മണ്ണെടുത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടു. അല്ല, രണ്ടും കൂടി കൂട്ടിക്കൊടുക്കല്ലേ. മണ്ണെടുത്ത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ ആയുർവേദ ആസ്പത്രിയോ പിന്നെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിൻ്റെ ആസ്പത്രി അതേപോലെ വേറെ എന്തൊക്കെയോ അവർക്കേ അറിയുള്ളൂ. എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിറ്റേ അവർക്കുള്ളൂ. പൊട്ടിക്കാനുള്ള പെർമിറ്റ് അവർക്കില്ല. നാട്ടുകാരല്ല, ഞാൻ തന്നെ പൊട്ടിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ഇവരൊക്കെ സാക്ഷിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അയൽവാസികൾ, ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷിയാണ്. എന്താണ് പൊട്ടുന്നതെന്ന് ഞാൻ ചോദിച്ച് ഉടനെ എൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോയി നോക്കി അവരെ കൊണ്ട് നിർത്തിച്ചു. മനസ്സിലായില്ലേ? യഥാർത്ഥ വിവരം അയൽവാസികളൊക്കെ ചോദിച്ചാൽ പറയും. പോയി അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ പിന്നെ പോട്ടേന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പറ്റി ഇനി പൊട്ടിച്ചാൽ പിന്നെ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിച്ചു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. 100% അനധികൃതമാണ്. ജിയോളജിസ്റ്റ് സ്ക്വാഡ് ഒക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും പറയുന്നത് അനധികൃതമാണ്, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കൽ. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുടനീളം അനധികൃതവും നിയമവിരുദ്ധവുമായ ഇത്തരം പ്രവർത്തനങ്ങൾ 100% നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനധികൃത ക്വാറി പ്രവർത്തനങ്ങളും ഇനി അനുവദിക്കില്ല. യാതൊരു വിധത്തിലുള്ള തെറ്റായ പ്രവണതകളും സർക്കാർ വെച്ചുപൊറുപ്പിക്കില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. ഇത്തരം ദുരന്തങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ പരിശോധനകളും നടപടികളും തുടരുമെന്നും മന്ത്രി അറിയിച്ചു. ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ അനധികൃതമായ ക്വാറിയിങ് നിർത്താനും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ അനുമതി കൊടുത്തതിനും അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണെടുക്കലിലൊക്കെ പരിശോധന നടത്തുന്നതിൽ നടപടി സ്വീകരിക്കുന്നതിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായി, എന്താ സംശയം? അതുകൊണ്ടാണല്ലോ ഷോക്കോസ് കൊടുത്തത്. അതുകൊണ്ട് ഷോക്കോസ് കൊടുത്തു. കളക്ടറോ എസ് പിയോ എല്ലാവരും അറിയില്ല. പക്ഷേ ജിയോളജി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് വീഴ്ച പറ്റും, അവർ നോക്കേണ്ടതല്ലേ. മാത്രമല്ല അവരെ ശ്രദ്ധയിൽ പിന്നെ എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരും സ്റ്റാഫും പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവർ ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിനാണ്, ആ കാരണത്താലാണ് ഷോക്കോസ് കൊടുത്തത്. സംശയമൊന്നും വേണ്ട. സ്ഥല ഉടമ പറയുന്നത് 4,27,000 രൂപ റോയൽറ്റി അടച്ച് റിയോളജിക്ക് അടച്ചിട്ടാണ്. സ്ഥല ഉടമ എന്താ പറയുന്നത്? സ്ഥലത്തോട് ചോദിക്കുക. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പണ്ടെങ്ങാണ്ട് പിന്നെ തങ്ങളുടെ കുടുംബം വിറ്റുപോയ ഒരു സ്ഥലമാണ്. പിന്നെ അവർ വർഷങ്ങൾക്ക് ശേഷം എന്താ ചെയ്യണമെന്നുള്ളതൊക്കെ അവരോട് ചോദിക്കുക. അത് പണ്ട് സ്ഥലം വിറ്റ തങ്ങളോടോ അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്ന എന്നോടോ ചോദിച്ചിട്ട് കാര്യമില്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിസ്ഥിതിലോല മേഖലയാക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു.
എക്സ്പെർട്ട് കമ്മിറ്റീൻ്റെ ശുപാർശ നോക്കിയിട്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ മെഷറൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് ഇത് ഉടനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ മഴക്കാലം ഇത് ഈ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് പെർമനൻറ്റ് എന്തെങ്കിലും സൊല്യൂഷൻ ഇത് ഇവിടെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ നമുക്ക് ഉടനെ ചെയ്യാം. സോ ആ രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകുമോ? അത് ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഇന്നലെയാണ് വിസിറ്റ് ചെയ്ത് റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ടില്ല. റിപ്പോർട്ട് ഇട്ടിട്ട് എന്താണ് റിപ്പോർട്ടിൻ്റെ ശുപാർശ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഈസ്റ്റ് ലൈവ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.